ഹലോ, വെൽക്കം ടു മാത് വിന്നർ. BSc മാത്സ് സെം 1ൻ്റെ 16ാമത്തെ പാർട്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ലീനിയർ സിസ്റ്റം. ലീനിയർ സിസ്റ്റത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിയേ. നെറ്റ്വർക്ക് അനാലിസിസ് ഒരു ആപ്ലിക്കേഷനാണ്. നെറ്റ്വർക്ക് അനാലിസിസ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നൊന്നും അറിയണ്ട, നമുക്ക് എന്താണ് ഒരു നെറ്റ്വർക്ക് എന്ന് നോക്കാം. A network is a set of branches. ബ്രാഞ്ചുകളുടെ സെറ്റ് അല്ലെ, ബ്രാഞ്ചുകളുടെ കൂട്ടം. ഇതാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ത്രൂ വിച്ച് സംതിങ് ഫ്ലോസ്. ആ ബ്രാഞ്ചുകളിലൂടെയൊക്കെ എന്താണ് സംതിങ് ഫ്ലോസ്, എന്തെങ്കിലും എന്താണ് ഫ്ലോ ചെയ്യും, എന്തെങ്കിലും ഫ്ലോ ചെയ്യുന്നുണ്ടാകും. ഇതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ നെറ്റ്വർക്ക് ഈസ് എ സെറ്റ് ഓഫ് ബ്രാഞ്ചസ്. അതാണ് ബ്രാഞ്ചുകളുടെ കൂട്ടമാണ്. ആ ബ്രാഞ്ചുകളിലൂടെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. ഓക്കെ, ഇതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ. ഇലക്ട്രിക്കൽ വയേഴ്സ് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി ഫ്ലോസ്. ഇലക്ട്രിക്കൽ വയേഴ്സ്. ഇപ്പം നമ്മുടെ വീട്ടിൽ എന്താണ് ആ ഇലക്ട്രിസിറ്റി എന്താ ഫ്ലോ ചെയ്യുന്നുണ്ട്. എന്തിലൂടെ ഫ്ലോ ചെയ്യും? ഇലക്ട്രിക്കൽ വയേഴ്സ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഓഫ് ബ്രാഞ്ചസ് ആക്കി എന്ത് ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ ബ്രാഞ്ചിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതെന്താ ഒരു നെറ്റ്വർക്കിന് അല്ലെ, നെറ്റ്വർക്കിന് ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത് നോക്കിയേ. പൈപ്സ് ത്രൂ വിച്ച് വാട്ടർ ഓർ ഓയിൽ ഫ്ലോസ്. അതും എന്താണ് നെറ്റ്വർക്കാണ് അല്ലേ. ഈസി ആയിട്ട് നമുക്ക് എന്താണ് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ്. അപ്പൊ നെറ്റ്വർക്ക് ക്ലിയർ അല്ലേ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫ്ലോ കൺസർവേഷൻ. ഫ്ലോ കൺസർവേഷൻ നോക്കിയേ. അറ്റ് ഈച്ച് നോഡ് ദി ഫ്ലോ ഈസ് കൺസർവേറ്റഡ്. ഓക്കെ, അപ്പം നോഡ് എന്താണെന്ന് അറിയാം. നോഡ് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാഞ്ചുകൾ. ഓക്കെ, നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞ സെറ്റ് ഓഫ് ബ്രാഞ്ചസ് ആണ്. അവിടെ നിന്നാണ് ഒരുപാട് ബ്രാഞ്ചുകൾ കാണും. ഈ ബ്രാഞ്ചുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജംഗ്ഷൻ എന്നും പറയും. നോഡിന്റെ വേറൊരു പേരെന്താണ്? ജംഗ്ഷൻ. അപ്പൊ എന്താണ് ഈ നോഡ്, അല്ലെങ്കിൽ എന്താണ് ഈ ജംഗ്ഷൻ? ഈ ബ്രാഞ്ചസ് കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബ്രാഞ്ചസ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ജംഗ്ഷൻ. ഇവിടെ നോക്കിയേ, ഇതൊരു നെറ്റ്വർക്കിന് എന്താണ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ വരച്ചതാണ്. ഇവിടെ നോക്കിയേ, ഇതൊക്കെ എന്താണ് ബ്രാഞ്ചസ് ആണ്. കേട്ടോ, ഇതൊക്കെ എന്താണ് ബ്രാഞ്ചസ് ആണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് ബ്രാഞ്ചസ്. നോക്കിയേ, ബ്രാഞ്ചസ് കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് നോക്കിയത്. ഈ പോയിന്റിൽ കൂട്ടിമുട്ടുന്നു കണ്ടത്, ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിനെയാണ് നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് ഈ ഫ്ലോ കൺസർവേഷൻ എന്ന് നോക്കാം. അറ്റ് ഈച്ച് നോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ നോഡ് എടുക്കുക. കണ്ട, ഈ നോഡ് ഇവിടെ ഇവിടെ ഇവിടെ. അപ്പോൾ ഓരോ നോഡും എന്താ എടുത്താൽ ദി ഫ്ലോ ഈസ് കൺസർവേറ്റഡ്. ഫ്ലോ എന്താണ് കൺസർവേറ്റഡ് ആണ് അല്ലെ. നമ്മൾ എനർജി കൺസർവേഷൻ ഒക്കെ പഠിച്ചായിരുന്നു അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അതുപോലെ നിങ്ങൾ ഓരോ നോഡ് എടുത്താൽ അവിടെയുള്ള ഫ്ലോ എന്താണ് കൺസർവേറ്റഡ് ആണ്. എന്താണ് കൺസർവേറ്റഡ് ഉദ്ദേശിക്കുന്നത്? വിച്ച് മീൻസ് that the rate of flow into any node is equal to rate of flow out of the node. ആ നോഡിലേക്കുള്ള റേറ്റ് ഓഫ് ഫ്ലോയും ആ നോഡിൽ നിന്നുമുള്ള അല്ലെ, നോഡിൽ നിന്ന് വെളിയിലേക്കുള്ള റേറ്റ് ഓഫ് ഫ്ലോയും എന്താണ് ഈക്വൽ ആണ്. അതല്ലേ കൺസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് ഇവിടെ ഫ്ലോ കൺസർവേഷൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു നെറ്റ്വർക്ക് കണ്ടാ ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടാ ഈ ബ്രാഞ്ച് നോക്കിയേ, ഈ ബ്രാഞ്ചിലേക്ക് വരുന്നത് 30. കണ്ടാ, അതിന്റെ റേറ്റ് ഓഫ് ഫ്ലോ 30. കണ്ടാ, ഈ ബ്രാഞ്ചിൽ നിന്നും വെളിയിലേക്ക് 55. കണ്ടാ, ഇങ്ങോട്ടേക്ക് 15. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നോക്കിയേ, ഈ ഫിഗറിൽ
തന്നിരിക്കുന്ന നോക്കിയേ, ദ ഫിഗർ ഷോസ് എ നെറ്റ്വർക്ക്. കണ്ട, ഇതൊരു നെറ്റ്വർക്കാണ് ഈ ഫിഗറിലുള്ളത്. വിത്ത് 4 നോഡ്സ്, 4 നോഡുകളുണ്ട്. നോക്കിയേ, 1 2 3 4, 4 നോഡുകളുണ്ട്. ഓക്കെ, ഈ നെറ്റ്വർക്കിൽ എന്താണ്, 4 നോഡുകളുണ്ട്. വിച്ച് ദി ഫ്ലോ റേറ്റ്, അല്ലേ, റേറ്റ് ഓഫ് ഫ്ലോ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ സം ബ്രാഞ്ചസ്, അല്ലേ. ചില ബ്രാഞ്ചുകളുടെ, ഈ ഫിഗറിൽ ചില ബ്രാഞ്ചുകളുടെ ഫ്ലോ റേറ്റും, അല്ലെ, റേറ്റ് ഓഫ് ഫ്ലോയും അതിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. നോക്കിയേ, ഈ ബ്രാഞ്ചിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ 15 കണ്ട, അതിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ചിൻ്റെത് 55 ഡയറക്ഷനുണ്ട് കണ്ടത്. ഈ ബ്രാഞ്ചിൻ്റെത് 30, ഇവിടെ 35, ഇവിടെ 60. എല്ലാ ബ്രാഞ്ചിൻ്റെയും തന്നിട്ടില്ല, അല്ലേ. ചില ബ്രാഞ്ചുകളുടെ മാത്രം ഫ്ലോ റേറ്റും അതിൻ്റെ ഡയറക്ഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ഫ്ലോ റേറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഇൻ ദി റിമൈനിങ് ബ്രാഞ്ചസ്. റിമൈനിങ് ബ്രാഞ്ചസിലെ ഫ്ലോ റേറ്റും ഡയറക്ഷനും കൂടി കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എടാ, അപ്പം ഈ ഫിഗറിനെ നമുക്കൊന്ന് മാറ്റി വരക്കാം. അത് ഞാൻ ഇവിടെ തന്നെ ഒന്ന് വരക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത് കണ്ട, ഈ ബ്രാഞ്ച്, ഇവിടത്തെ ബ്രാഞ്ച്, ഈ ബ്രാഞ്ച്, അല്ലേ. ഈ 3 ബ്രാഞ്ചിൻ്റെയും, അല്ലെ, ഈ 3 ബ്രാഞ്ചിൻ്റെ റേറ്റും അതിൻ്റെ ഡയറക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ നമുക്കറിയാം. ഇവിടെ മൊത്തം എത്ര ബ്രാഞ്ച് ഉണ്ട്? 1 2 3 4 5 6 7 8 ബ്രാഞ്ച് ഉണ്ട്. അതിൽ നമുക്ക് 5 എണ്ണത്തിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോയും ഡയറക്ഷനും അറിയാം. ബാക്കി 3 എണ്ണത്തിൻ്റെ ഡയറക്ഷനും റേറ്റ് ഓഫ് ഫ്ലോയും ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അറിയത്തില്ല, അല്ല, അതിൻ്റെ റേറ്റും അതിൻ്റെ ഫ്ലോയും അറിയത്തില്ല. അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് അസ്യൂം ചെയ്യാം. ഇതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഇങ്ങോട്ടാണെന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിച്ചു എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം. ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്യാം. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് എടുക്കാം ഞാൻ. ഓക്കെ, അടുത്തതിൻ്റെ ഡയറക്ഷൻ കണ്ട, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടെന്ന് എടുക്കാം. ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അവസാനം സോൾവ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ റേറ്റ് നമുക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ അതിനെ x1 എന്ന് എടുക്കാം. ഇതിൻ്റെ റേറ്റ് x2 കണ്ട, ഇവിടുത്തെ റേറ്റ് x3 നമുക്കറിയത്തില്ല. അതുകൊണ്ട് x1 x2 x3 എന്ന് എടുക്കാം. ഡയറക്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് എന്താ, ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഡയറക്ഷൻ എടുക്കാം. ഞാൻ ഇങ്ങോട്ട് ഡയറക്ഷൻ എടുത്ത് അതിന് ആ റേറ്റ് x1 എന്ന് വിളിച്ച്, ഇതിൻ്റെ ഇങ്ങോട്ട് ഡയറക്ഷൻ എടുത്ത് x2 എന്ന് വിളിച്ച്, ഇവിടെ ഇങ്ങോട്ട് x3 എന്ന് എടുത്ത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓരോ നോഡും കൺസിഡർ ചെയ്യാം. ഓരോ നോഡും ഇവിടെ എന്താണ്, 4 നോഡാണുള്ളത്. അപ്പോൾ അത് ഓരോ നോഡും കൺസിഡർ ചെയ്യാം. ഇത് നമുക്ക് എ എന്നെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇത് എ എന്നെടുക്കാം. ഇത് എ, ഈ നോഡ് ബി, ഇവിടെ സി, ഇവിടെ ഡി. ഓക്കെ അല്ലേ? ഇത് എ, ഇവിടെ ബി, ഇവിടെ സി, ഇവിടെ ഡി. ക്ലിയർ അല്ലേ? നമ്മൾ 4 നോഡും കൺസിഡർ ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ഒന്നാമത്തെ നോഡ് അറ്റ് നോഡ് എ, ഒന്നാമത്തെ നോഡ് നമ്മൾ നോക്കുക. അറ്റ് നോഡ് എ കണ്ടേ, ഇതല്ലേ നോഡ് എ അതല്ലേ? ഇവിടെ നമ്മൾ ഫ്ലോ കൺസർവേഷൻ പഠിച്ചല്ലേ? ഒരു നോഡിലേക്കുള്ള റേറ്റ് ഓഫ് ഫ്ലോയും ആ നോഡിൽ നിന്നുമുള്ള റേറ്റ് ഓഫ് ഫ്ലോയും എന്താണ്, ഈക്വൽ ആണ് അല്ലെ? ആ നോഡിലേക്ക് വരുന്ന റേറ്റ് ഓഫ് ഫ്ലോയും ആ നോഡിൽ നിന്ന് പോകുന്ന റേറ്റ് ഓഫ് ഫ്ലോയും എന്താണ്, ഈക്വൽ ആണ്. നമ്മൾ പഠിച്ച് അല്ലേ, നെറ്റ്വർക്കിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചതാണ് ഫ്ലോ കൺസർവേഷൻ.
അപ്പം അത് വെച്ചിട്ട് നമുക്ക് നോഡ് എ നോക്കിയേ. നോഡ് എയിലേക്ക് വരുന്നത് 30. കണ്ട, നോഡ് എയിലേക്ക് വരുന്നത് 30. നോഡ് എയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നത് ഏതൊക്കെയാണ്? x1ഉം x2. ഓക്കെ അല്ലേ? നമ്മൾ ഫ്ലോ കൺസർവേഷൻ പഠിച്ച് ഒരു നോഡിലേക്ക് വരുന്ന ഫ്ലോയും ആ നോഡിൽ നിന്ന് പോകുന്ന ഫ്ലോയും എന്താണ്? ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ച്. അപ്പം അത് വെച്ചിട്ട് ഇവിടെ നോക്കിയേ, നോഡ് എ, ഇത് നോഡ് എ. നോഡ് എയിലേക്ക് വരുന്നത് 30. നോഡ് എയിൽ നിന്ന് പോകുന്നത് x1ഉം x3യും. അപ്പം അത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 30 അല്ലേ? നോഡിൽ നിന്ന് പോകുന്നതും നോഡിൽ നിന്നും വരുന്നത് ഈക്വലാണ്. പോകുന്നത് ആരൊക്കെയാണ്? ഈ x+3യും, വരുന്നത് 30. അപ്പം അത് രണ്ടും ഈക്വലാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നമുക്ക് അറ്റ് നോഡ് ബി. നോഡ് ബിയിൽ നമുക്ക് നടക്കുന്നത് നോക്കാം. നോഡ് ബി ഇതാണ്. നോഡ് ബിയിലേക്ക് വരുന്നത് നോക്കിയേ, x2ഉം x1ഉം അല്ലേ? x2ഉം x1ഉം. നോഡ് ബിയിൽ നിന്നും പോകുന്നത് 35. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? x1 പ്ലസ് x2, ഇതാണ് നോഡ് ബിയിലേക്ക് വരുന്നത്, ഇസ് ഈക്വൽ ടു നോഡ് ബിയിൽ നിന്ന് പോകുന്നത് 35. കണ്ട, x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 35 എന്ന് എഴുതാം. ഓക്കെ, അടുത്തത് അറ്റ് നോഡ് സി. നോഡ് സിയിൽ നോക്കിയേ, നോഡ് സി ഇതല്ലേ? നോഡ് സിയിലേക്ക് വരുന്നത് നോക്കിയേ, നോഡ് സിയിലേക്ക് വരുന്നത് 60. നോഡ് സിയിൽ നിന്ന് പോകുന്നത് 15ഉം x2. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? x2 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 60. x2 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 60. ലാസ്റ്റ് അറ്റ് നോഡ് ഡി. ഓക്കെ, നോഡ് ഡി നോക്കിയേ, ഇവിടെ 15, ഇവിടെ x3 കണ്ടാ, ഇവിടെ 55. അപ്പം എങ്ങനെ എഴുതാം? x3 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 55. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതെന്താണ്? ഓരോ ഇക്വേഷൻസും സോൾവ് ചെയ്താൽ മതി. ഇവിടെ നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിയേ, ഞാൻ ഒന്നുകൂടി എഴുതാം. x1 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 30. x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 35. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഓക്കെ, ഇവിടെ നോക്കിയേ, x3 പ്ലസ് 15 ഇസ് ഈക്വൽ ടു, ഈ രണ്ട് ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കിയേ, x3 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 55. x3 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 55. അപ്പോൾ x3യുടെ വാല്യൂ എന്ത് വരും? x3 ഇസ് ഈക്വൽ ടു 55 മൈനസ് 15 അല്ലേ? 55 മൈനസ് 15 ഇസ് ഈക്വൽ ടു 40. x3യുടെ വാല്യൂ 40 അല്ലേ? x3യുടെ വാല്യൂ 40. അതുപോലെ നമുക്ക് x2 കണ്ടുപിടിക്കാം. x2 പ്ലസ് 15 ഇസ് ഈക്വൽ ടു 60. x2 ഇസ് ഈക്വൽ ടു 60 മൈനസ് 15 ഇസ് ഈക്വൽ ടു 45. x2ൻ്റെ വാല്യൂ 45. ഓക്കെ അല്ലേ? x3യും കിട്ടി, x2യും കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, x1 പ്ലസ് x3 ഇസ് ഈക്വൽ ടു 30 അല്ലേ? x1 പ്ലസ് x3യുടെ വാല്യൂ 40 ഇസ് ഈക്വൽ ടു 30. അപ്പോൾ x1 എന്ത് വരും? x1 ഇസ് ഈക്വൽ ടു 30 മൈനസ് 40 ഇസ് ഈക്വൽ ടു മൈനസ് 10. x1ൻ്റെ വാല്യൂ മൈനസ് 10. ഓക്കെ, അടുത്തത്
ഓക്കെ, അടുത്ത നമുക്കിനി എന്താണ് പഠിക്കണം? x1 കിട്ടി, x2 കിട്ടി, x3 കിട്ടി. ഓക്കെ, നമ്മുടെ 3 വാല്യൂസ് ആയില്ലേ? x1, x2, x3. ആ 3 നമുക്ക് കണ്ടുപിടിക്കാനുള്ളല്ലോ. x1, x2, x3 കിട്ടി, 3 കിട്ടി. ഇവിടെ x3 40 ഇത് പോസിറ്റീവാണ്, x2 45 അതും പോസിറ്റീവാണ്. ഇവിടെ x1 നമുക്ക് കിട്ടിയത് -10 എന്നാണ്. x1 കിട്ടിയത് -10 എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ മൈനസ് കിട്ടിയതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതല്ലേ x1, ഇതല്ലേ x1. ഇവിടെ നമ്മൾ ഇതിന് കൊടുത്ത ഡയറക്ഷൻ തെറ്റാണ്. നമ്മളെന്താണ് ഇവിടെ അസ്യൂം ചെയ്ത്, നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്, നമുക്ക് ഉറപ്പില്ല. നമുക്ക് കിട്ടിയ എന്താണ്? തെറ്റാണ്. കണ്ട, ഇവിടെ x ഈസ് ഈക്വൽ ടു -10 എന്ന് കിട്ടി. മൈനസ് വന്നതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ കൊടുത്ത ഡയറക്ഷൻ എന്താണ്? തെറ്റാണ്. ഇങ്ങോട്ടേക്കല്ല ഡയറക്ഷൻ വരേണ്ടത്, അതിന് ഓപ്പോസിറ്റാണ് ഡയറക്ഷൻ വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ടാണ് ഒന്നുകൂടി എന്താ വരച്ചാൽ നമ്മുടെ ആൻസറായി. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ചെറുതായിട്ടൊന്ന് ഇവിടെ വരക്കാം. ഓക്കെ, ഇങ്ങനെ വരും. ഇത് എ ബി സി ഡി. ഓക്കെ, വെളിയിലേക്ക് 55, ഇങ്ങോട്ട് 60, ഇങ്ങോട്ടേക്ക് 35, ഓക്കെ, ഇങ്ങോട്ടേക്ക് 30, ഇങ്ങോട്ട് x3യുടെ വാല്യൂ നമുക്കിവിടെ കിട്ടി 40. ഓക്കെ, ഇങ്ങോട്ടേക്ക് x2 ആണ്, x2ൻ്റെ വാല്യൂ 45. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, x1ൻ്റെ വാല്യൂനാണ്, വാല്യൂ കറക്റ്റാണ്, ആ ഡയറക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. കണ്ട, ഇവിടെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ചെയ്താൽ മതി. കണ്ട, ഡയറക്ഷൻ നമ്മൾ എന്താ അത് ഇങ്ങോട്ട് കൊടുത്താൽ മതി. അതിൻ്റെ റേറ്റ് വരുന്നത് 10 എന്ന് എഴുതണം, -10 എന്ന് എഴുതരുത്, 10 എന്ന് എഴുതിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഡയറക്ഷൻ ഓപ്പോസിറ്റ് കൊടുക്കുക, എന്നിട്ട് 10 എന്ന് എഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടാണ് വരച്ച് നോക്കുക. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.